ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗം മിനിമോൾ പുതിയ വൈസ് പ്രസിഡന്റ്. BJP കോൺഗ്രസ് സഖ്യം വൈസ് പ്രസിഡന്റ് സ്ഥാനം വീണ്ടും നേടിയത് ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത് ഏപ്രിൽ 30 വരെ നീട്ടി RBI ഉത്തരവിറക്കി. കുടിശ്ശിക തിരിച്ചെടുക്കുന്നതിൽ വലിയ തോതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയത്. മുള്ളൂർക്കര മണ്ഡലം കുന്നിൽ കൂട്ടാത്മഹത്യാശ്രമം. വിഷം കഴിച്ച വയോധികരായ 3 സഹോദരിമാരിൽ ഒരാൾ മരിച്ചു. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഒരു മരണം, 8 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ തെക്കേനട ഔട്ടർ റിംഗ് റോഡിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. വാർത്തകളിലേക്ക് വിശദമായി. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗം മിനിമോളെ പുതിയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. BJP കോൺഗ്രസ് വിമത സഖ്യത്തിൽ നിന്ന് മത്സരിച്ച മിനിമോൾക്കും LDFിലെ ബിന്ദു മനോജ് കുമാറിനും 11 വോട്ടുകൾ വീതം ലഭിച്ചു. നറുക്കെടുപ്പിലൂടെയാണ് മിനിമോൾ വൈസ് പ്രസിഡന്റായത്. കോൺഗ്രസ് വിമത സഖ്യത്തിലെ അക്ഷയ് സന്തോഷ്, ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ മറ്റത്തൂരിൽ കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം വീണ്ടും ഉയർന്നു വന്നു. BJP പിന്തുണയോടെയാണ് ഇവിടെ പ്രസിഡന്റും അധികാരത്തിലെത്തിയത്. എതിർ സ്ഥാനാർത്ഥിക്കും എനിക്കും 11 വോട്ടാണ് കിട്ടിയത്. ദൈവത്തിന്റെ ഒരു ഒപ്പുകൊണ്ടാണ് ഞാനിപ്പോൾ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ പാർട്ടിയിലാണ്. ഞാൻ പാർട്ടിക്ക് അനുസൃതമായിട്ട് ജീവിക്കുന്ന ആളാണ്. ഇന്നും പാർട്ടിക്കാരാണ്. ഞങ്ങളുടെ പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു ആ പാർട്ടിക്ക് അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ തന്നെ മറ്റത്തൂരിൽ BJPയുമായി കൂട്ടുകൂടി കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ കളി രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് വീണ്ടും വെടിയുതിർക്കുന്നതാണെന്ന് LDF നേതാക്കൾ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കാനുള്ള BJPയുടെ ഗൂഢപദ്ധതിയുടെ പരീക്ഷണമാണ് മറ്റത്തൂരിൽ നടക്കുന്നത്. മറ്റത്തൂരിലെ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ LDF സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. MR രഞ്ജിത്ത്, PK കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR ഔസേഫ്, CC ബിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. MT രമേശ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യാത്ര തീരുമാനിച്ചതാണ്. പക്ഷേ യാത്ര അവർ നടത്തിയില്ല. വ്യാപകമായ കളർ പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്തൊട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ ബാന്ധവം ഞങ്ങൾ തുടരുമെന്നാണ് ആ യാത്ര മാറ്റിവെച്ചതിലൂടെ ഒഴിവാക്കപ്പെടുന്നത്. ഇത് മറ്റത്തൂരിൽ മാത്രം സംഭവമല്ല, അത് കേരളമാകെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണെന്നാണ് വീണ്ടും പറയാനുള്ളത്. മറ്റത്തൂരിൽ BJP കോൺഗ്രസ് സഖ്യം വൈസ് പ്രസിഡന്റ് സ്ഥാനം വീണ്ടും നേടിയത് ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ജില്ലയിൽ പലയിടത്തും DCC നേതാക്കളുടെ നേതൃത്വത്തിൽ BJPയുമായി അവിശുദ്ധ സഖ്യമുണ്ടാക്കി. മാള, വലപ്പാട്, ഏങ്ങണ്ടിയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഇത് പ്രതിഫലിച്ചു. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പ്രതികരിക്കുന്നില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത് ഏപ്രിൽ 30 വരെ നീട്ടി RBI ഉത്തരവിറക്കി. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ വലിയ തോതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത്. കഴിഞ്ഞ ജൂലൈ 30-നാണ് ബാങ്കിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. ഫെഡറൽ ബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് രാജു S നായരെയാണ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത്. അഡ്മിനിസ്ട്രേറ്ററെ സഹായിക്കാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ K മോഹൻ എന്നിവരെ ഉപദേശക സമിതി അംഗങ്ങളായും RBI നിയമിച്ചിരുന്നു. സംസ്ഥാനത്തെ വലിയ അർബൻ ബാങ്കുകളിലൊന്നാണ് ഇരിങ്ങാലക്കുട ITU ബാങ്ക്. ജില്ലയിൽ ചെറുതുരുത്തി മുതൽ കൊരട്ടി വരെ 19 ശാഖകളിലായി 44,000 നിക്ഷേപകരാണ് ബാങ്കിലുള്ളത്.
മുള്ളൂർക്കര മണ്ഡലം കുന്നിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 3 സഹോദരിമാരിൽ ഒരാൾ മരിച്ചു. 72 വയസ്സുള്ള സരോജിനിയാണ് മരിച്ചത്. ജാനകി, ദേവകി എന്നിവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ വീടിന്റെ പുറത്ത് മൂവരെയും കാണാതിരുന്നതിനെ തുടർന്ന് സമീപവാസികൾ വന്ന് നോക്കിയപ്പോഴാണ് മൂവരെയും വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ വടക്കാഞ്ചേരിയിലെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇളയ സഹോദരി സരോജിനി മരിച്ചിരുന്നു. മറ്റ് 2 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ജീവിത നൈരാശ്യമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ തെക്കേനട ഔട്ടർ റിംഗ് റോഡിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ഭാര്യയ്ക്ക് ദാരുണാന്ത്യം. ചാവക്കാട് തെക്കഞ്ചേരി വെളിയങ്കോട് റഫീഖ് ഭാര്യ അജി എന്ന റുസീനയാണ് മരിച്ചത്. ഭർത്താവ് റഫീഖിനെ ഗുരുതര പരിക്കുകളോടെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിൽ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ട പോലീസാണ് ആംബുലൻസ് വരുത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. ലോറികൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്ത് നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സോഡാ ഗ്യാസ് സിലിണ്ടറുകളുമായി പോയിരുന്ന ലോറിയും കേച്ചേരിയിൽ നിന്ന് അക്കിക്കാവിലേക്ക് പോയിരുന്ന അരികയറ്റിയ ലോറിയുമാണ് ഇടിച്ചത്. ഗ്യാസ് സിലിണ്ടർ ലോറിയിലെ ഡ്രൈവർ പന്തല്ലൂർ എട്ടാംപുറം സ്വദേശി ജാസൻ, സഹായി ചൊവ്വന്നൂർ കല്ലായി സ്വദേശി ഡേവിഡ് എന്നിവർ വാഹനത്തിലെ തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങി. ചുമട്ട് തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ മുൻവശം അടർത്തി നീക്കിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും തമ്മിൽ സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. രാവിലെ 7 മണി മുതലാണ് സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇതിന് തൊട്ടു മുൻപാണ് അപകടമുണ്ടായത്. സിഗ്നൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. സിഗ്നൽ സംവിധാനങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാക്കുമെന്നും റോഡിലെ 4 ഭാഗങ്ങളിലും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുമെന്നും AC മൊയ്തീൻ MLA അറിയിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനാവശ്യമായ നടപടികളൊന്നും ഇതുവരെയും റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ച കിഫ്ബിയും പൊതുമരാമത്ത് അധികൃതരും കൈക്കൊണ്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. മണ്ണുത്തി ദേശീയപാതയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 6 പേർക്ക് പരിക്കേറ്റു. നടത്തറയിൽ ടൂറിസ്റ്റ് ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 5 വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്കേറ്റു. തമിഴ്നാട് ധർമ്മപുരിയിലെ ജയലക്ഷ്മി ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. നടത്തറ ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പൊന്നുക്കര സ്വദേശി ഡിക്സനാണ് പരിക്കേറ്റത്. കൊമ്പൻ ചോയ്സൺസ് ഗണപതി ചെരിഞ്ഞു. 55 വയസ്സായിരുന്നു. ഊട്ടോളി പ്രസാദ് എന്നായിരുന്നു പഴയ പേര്. മാപ്രാണത്തെ ആനപ്പറമ്പിൽ എരണ്ടക്കെട്ടിനെ തുടർന്ന് 45 ദിവസത്തിലധികമായി ചികിത്സയിലായിരുന്നു. ഗുരുവായൂരിൽ അതിഥി തൊഴിലാളികൾക്ക് HIV പരിശോധന നിർബന്ധമാക്കി ടെമ്പിൾ പോലീസ്. സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ HIV ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ടെമ്പിൾ പോലീസ് സ്റ്റേഷന് കീഴിൽ 1000-ലധികം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടെന്നാണ് വിവരം. കെട്ടിട നിർമ്മാണ രംഗത്തും ഹോട്ടൽ മേഖലകളിലും ഇവർ സജീവമാണ്. ഏജന്റുമാർ മുഖേനയാണ് പ്രധാനമായും ഇവർ ജോലിക്കെത്തുന്നത്.
ഏജന്റുമാർ തൊഴിലാളികളെ താലൂക്ക് ആശുപത്രികളിൽ പരിശോധന നടത്തി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. HIV ബാധിതരുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സെക്സ് വർക്കേഴ്സ് ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലും മറ്റും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികൾക്കിടയിലും ഇത്തരത്തിലുള്ള HIV-യുടെ വ്യാപനം അവരുടെ ഇടയിലും കൂടി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ ക്യാമ്പുകൾ ഇവിടെ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവിടെ അവരുടെ ക്യാമ്പുകൾ സന്ദർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെയും ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി കോൺട്രാസെപ്റ്റിക് മെറ്റീരിയൽസ് അത് വിതരണം ചെയ്ത് ഒരു ലൈംഗിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികളുമായിട്ട് ഗുരുവായൂർ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുള്ളൂർക്കര ആറ്റൂരിൽ വയോധികനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റൂർ സ്വദേശി വണ്ടിപ്പറമ്പിൽ 62 വയസ്സുള്ള ഉസ്മാനാണ് മരിച്ചത്. കുഴൂർ പഞ്ചായത്തിലെ തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം വൈകുന്നു. പ്രദേശത്ത് 4 വർഷമായി നാട്ടുകാർ പൊടിശല്യം മൂലം ദുരിതത്തിലായിരിക്കുകയാണ്. താണിശ്ശേരി കള്ളിയാട് റോഡ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022 ഏപ്രിൽ 13-നാണ് പുനർനിർമ്മാണം തുടങ്ങിയത്. എന്നാൽ 3.86 കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. 207.64 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന്റെ ആദ്യ കരാർ. കൂടാതെ 18.69 ലക്ഷം രൂപ 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾക്കുമുണ്ട്. എന്നാൽ ആദ്യ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് ശേഷിക്കുന്നത് പൂർത്തിയാക്കാൻ മറ്റൊരു കരാറുകാരന് നൽകി. ഇതിന്റെ നിയമപ്രശ്നങ്ങളും അനാസ്ഥയും കാരണം 2 വർഷത്തോളം നിർമ്മാണമൊന്നും നടക്കാതെ കിടന്നു. ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ കരാറുകാരൻ പണികളിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചിരിക്കുകയാണ്. ഇതോടെ പൊടിശല്യം മൂലമുള്ള നാട്ടുകാരുടെ ദുരിതം തുടരുമെന്നുറപ്പായി. കൂടാതെ വ്യാപാരികളും കടുത്ത പ്രതിസന്ധിയിലാണ്. ഈ റോഡ് പണി തുടങ്ങിയിട്ട് ശരിക്കും 6 കൊല്ലം കഴിഞ്ഞു. 6 കൊല്ലത്തിന് ശേഷം ഇന്ന് വരെ ഓരോരുത്തർ വരും ഇട്ടുകൊണ്ട് പോകും. ഇങ്ങനെ ഈ കോൺട്രാക്ടർ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ 1 കൊല്ലമായി. ഈ മണ്ണടിച്ചിട്ടും ഇതുപോലെ റോഡ് അടിച്ചിട്ടും 1 കൊല്ലത്തോളമായി. അയാളോട് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കാലാവധി ആയിട്ടുള്ള ഞങ്ങൾക്ക് തോന്നുമ്പോൾ ചെയ്യും. എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചത് അവര് പറയും ഇന്ന ദിവസം ചെയ്യാം അന്ന ചെയ്യാന്ന് പറഞ്ഞു. പൊടി അടിച്ചിട്ട് ഈ പരിസരത്തോ ഞങ്ങളുടെ കടകളിലൊന്നും ഈ വന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പൊടിയും ഈ പള്ളിയായാലും ഈ പരിസരമായാലും ഒരു രക്ഷയില്ല. പൊടിയോടൊന്നും കുടിച്ചെടുക്കും. വീട്ടിലൊന്നും എല്ലാവർക്കും അസുഖമായി തുടങ്ങി. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞോടില്ല. അയാൾ ചോദിക്കുമ്പോൾ പറയും അതൊക്കെ ഞങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ ഞങ്ങൾ തീർക്കും. പിന്നെ ഈ പരിസരത്തുള്ള ആൾക്കാരോട് ഇയാൾക്ക് വെള്ളം അടിക്കാനൊന്നും സൗകര്യമില്ല. പ്രസിഡന്റിനെ വിളിച്ചു, എല്ലാവരും വിളിച്ചു. അവരും പറയുന്നത് ഇത് തന്നെയാണ്. ഇതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞിരിക്കുകയാണ്. ഗ്രാമവണ്ടി ഉൾപ്പെടെയുള്ള ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. റോഡിന്റെ സമീപത്തുള്ളവർ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. TCV ന്യൂസ്, മാള. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പഠനേതര കായിക മത്സരങ്ങളുടെ സമാപനം കോലഴി ചിന്മയ വിദ്യാലയത്തിൽ നടന്നു. ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ SV സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. SSCT പ്രസിഡന്റ് ഡോക്ടർ M ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ M ബിനി, ബാബു കോയിക്കര, സജീവ് കുമാർ, വസന്ത മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. പാറമക്കാവ് വിദ്യാമന്ദിർ, നിർമ്മലമാതാ സെൻട്രൽ സ്കൂൾ, അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ എന്നീ സ്കൂളുകൾ മാഗസിൻ മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനം നേടി. Because sir had accepted the invitation at the very last minute. He did not say no, but accepted. Evelyn Son. KM മാണിയുടെ 93-ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് കേരള കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി കാരുണ്യ ദിനം ആചരിച്ചു. മാങ്കുറ്റിപ്പാടം തപസ്യ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ നടന്ന കാരുണ്യ ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. പ്രഭു ചാണാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബേബി മാത്യു കാവുങ്കൽ, ജോണി ഓണപ്പറമ്പിൽ, MJ ഷാജു, വിനു കൂട്ടുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച രോഗി ചികിത്സ വൈകിയത് മൂലം മരിച്ചുവെന്ന തൃശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിനെക്കുറിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർ വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത. കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയത്.
കാലടി പ്ലാന്റേഷൻ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന താക്കോൽക്കാരൻ ഡേവിസ് ആണ് മരിച്ചത്. 2023 സെപ്റ്റംബറിലായിരുന്നു സംഭവം. മണത്തല ചന്ദനക്കുടം നേർച്ച സമാപിച്ച് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ജലക്ഷാമത്തെ തുടർന്ന് ഗുരുവായൂർ GUP സ്കൂളിന് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകി. ഗുരുവായൂർ KSEB സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. കറണ്ട് ഇല്ലാതായതോടെ സ്കൂളിൽ മോട്ടോർ പ്രവർത്തിക്കാത്തതിനാൽ വെള്ളത്തിന് ക്ഷാമമായി. 420 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികളിൽ പകുതിയോളം പേർ കൈകഴുകി കഴിഞ്ഞപ്പോഴേക്കും വെള്ളം തീർന്നു. ഇതോടെ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടിവെള്ളം ഉപയോഗിച്ച് കൈയും പാത്രവും കഴുകി. സ്കൂൾ അധികൃതർ വിവരമറിയിച്ചതനുസരിച്ച് നഗരസഭയിൽ നിന്ന് കുടിവെള്ളം എത്തിച്ച് താൽക്കാലിക പരിഹാരം കണ്ടു. തളിക്കുളം പഞ്ചായത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റാൻ BJP ശ്രമിക്കുന്നുവെന്നാരോപിച്ച് LDF പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി. പഞ്ചായത്തിലെ 16, 17 ബൂത്തുകളിൽ അർഹരായ വോട്ടർമാരെ വെട്ടിമാറ്റാൻ BJPയുടെ നേതൃത്വത്തിൽ BLOമാർക്ക് അപേക്ഷ നൽകിയെന്നാണ് LDF ആരോപണം. ഇതേ തുടർന്ന് CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ വില്ലേജ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. CC മുകുന്ദൻ MLA, നേതാക്കളായ EPK സുഭാഷിതൻ, അലോക് മോഹൻ, KK സൈനുദ്ദീൻ, TK വിമല, PS ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 14-കാരന് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മധ്യവയസ്കന് 11 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഗുരുവായൂർ തൊഴിയൂർ സ്വദേശി മാങ്കുന്നത്തിൽ വീട്ടിൽ കാസിമിനെയാണ് ശിക്ഷിച്ചത്. 2023 കേസിന് ആസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. വാട്സാപ്പ് ഷെയർ വഴി ട്രേഡിംഗിന്റെ പേരിൽ ആളൂർ സ്വദേശിയായ വയോധികനിൽ നിന്നും 78 ലക്ഷം രൂപ തട്ടിയ കേസിൽ 3 പേർ പിടിയിൽ. കാറളം വെള്ളാനി കായംപുറത്ത് വീട്ടിൽ ആഗ്നേയ് പ്രസാദ്, നാട്ടിക പണിക്കശ്ശേരി എടക്കാട്ട് വീട്ടിൽ സുധീഷ്, തൃപ്രയാർ പുന്നപ്പള്ളി വീട്ടിൽ കാർത്തിക് എന്നിവരെയാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി പുഴയിൽ കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നു. രാത്രികാലങ്ങളിൽ ഏതെങ്കിലും കമ്പനികളിൽ നിന്നും രാസപദാർത്ഥങ്ങൾ പുഴയിലേക്ക് തള്ളുന്നതാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പരിയാരം CSR കടവ് മുതൽ താഴേക്കുള്ള ഭാഗങ്ങളിലാണ് വ്യാപകമായി മത്സ്യങ്ങളെ ചത്തുപൊന്തിയ നിലയിൽ കാണുന്നത്. പുഴയിൽ വ്യാപകമായിരിക്കുന്ന നീർനായകളുടെ ആക്രമണമാണ് മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നതിന് ഇടയാക്കുന്നതെന്നും സംശയിക്കുന്നുണ്ട്. വെട്ടുകടവ് പാലത്തിന് സമീപം വെള്ളിയാഴ്ച നിരവധി ചത്ത കരിമീനുകളെ കണ്ടെത്തി. വിവരമറിഞ്ഞ് മത്സ്യഭവനിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി പരിശോധനയ്ക്ക് സാമ്പിളുകൾ ശേഖരിച്ചു. ഉപഭോക്തൃ വിധി പാലിച്ചില്ല. ഫ്രിഡ്ജ് ഹൗസ് MDക്കും LG ഇലക്ട്രോണിക്സ് MDക്കും DGP മുഖേന വാറണ്ട്. കട്ടിളപ്പുവം വെട്ടിക്കാട്ടിൽ വീട്ടിൽ സുഭാഷ് ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ കുറുപ്പം റോഡിലുള്ള ഫ്രിഡ്ജ് ഹൗസ് റീറ്റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും കൊച്ചി ഇടപ്പള്ളിയിലെ LG ഇലക്ട്രോണിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും വാറണ്ട് അയക്കാൻ ഉത്തരവായത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ആൻഡോ തൊറയിനെ തെരഞ്ഞെടുത്തു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നിയമന ഉത്തരവ് കൈമാറി.
യുവാവിനെ വടിവാളുകൊണ്ട് വധിക്കാൻ ശ്രമിക്കുകയും വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന യുവാവിനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുതുരുത്തി സ്വദേശി പാളയംകാട്ടിൽ വീട്ടിൽ റജീബിനെയാണ് അറസ്റ്റ് ചെയ്തത്. SI-മാരായ സതീഷ് കുമാർ, ജമാലുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് MN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. UDF നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, സുനിൽ ലാലൂർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജ വിനോദ്, യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് തേറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. KPGC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. അയ്യന്തോളിൽ നടന്ന രക്തസാക്ഷി ദിനാചരണം പ്രൊഫസർ VA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ US മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലൈല പാറയങ്ങാട്ടിൽ, തൃശൂർ നിയോജകമണ്ഡലം ചെയർമാൻ K രാധാകൃഷ്ണൻ, ഒല്ലൂർ നിയോജകമണ്ഡലം ചെയർമാൻ PMM ഷെരീഫ്, രാമചന്ദ്രൻ പുതൂർക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ഇമിറ്റേഷൻ ഗോൾഡ് വർക്കേഴ്സ് സംഘത്തിന്റെ 2ാം വാർഷിക പൊതുയോഗം ACP സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ഡേവിസ് പൂവത്തിങ്കൽ, കോർപ്പറേഷൻ കൗൺസിലർ പോളി ജോസ്, സംഘടനാ പ്രസിഡന്റ് സുമേഷ് വല്ലച്ചിറ, സെക്രട്ടറി ബൈജു മാന്നാമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധിയായി 25 വർഷം പൂർത്തീകരിച്ച K അജിത് കുമാറിന് ഞായറാഴ്ച മുണ്ടത്തിക്കോട് സ്വീകരണം നൽകും. മുണ്ടത്തിക്കോട് പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് പ്രസിഡന്റ്, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ എന്നീ നിലകളിൽ 25 വർഷക്കാലമായി ജനപ്രതിനിധിയാണ് അജിത് കുമാർ. വാർത്താസമ്മേളനത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ, PJ രാജു, ഷാഹിദ റഹ്മാൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ CH ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡ് തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 3 ഇടങ്ങളിലായി പൈപ്പ് പൊട്ടിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ജല അതോറിറ്റി അധികൃതർ പൈപ്പ് ലൈൻ അടച്ചതോടെയാണ് വെള്ളമൊഴുക്ക് നിലച്ചത്. പെരുമ്പിലാവ് മുതൽ ജില്ലാ അതിർത്തിയായ നടത്തറ പാലം വരെ 4 കിലോമീറ്ററോളം ദൂരത്തിൽ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടി റോഡ് തകർന്ന നിലയിലാണ്. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി തൃപ്രയാറിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ഹൈവേ സുരക്ഷാ ജാഗ്രതാ സമിതി, മോട്ടോർ വാഹന വകുപ്പ്, വലപ്പാട് പോലീസ്, തൃപ്രയാർ മേഖല ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ എന്നിവർ സംയുക്തമായാണ് റാലി സംഘടിപ്പിച്ചത്. വലപ്പാട് SI സാബു ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രീത അധ്യക്ഷത വഹിച്ചു. ഹൈവേ സുരക്ഷാ ജാഗ്രതാ സമിതി സെക്രട്ടറി PK ജ്യോതി പ്രകാശ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K ദിലീപ് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ TG നിഷാന്ത്, റിബിൻ രാജ്, അബിൻ ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ വലയിൽ കുടുങ്ങിയ അണലിപ്പാമ്പുകളെ രക്ഷപ്പെടുത്തുന്നതിനിടെ സ്നേക്ക് റെസ്ക്യൂവർക്ക് പാമ്പിന്റെ കടിയേറ്റു. അഴീക്കോട് സ്വദേശി താഹിറിനാണ് കടിയേറ്റത്. ഇയാളെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താഹിർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. എറിയാട് MIT സ്കൂൾ പരിസരത്തായിരുന്നു സംഭവം. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,640 രൂപ, പവന് 1,25,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗം മിനിമോൾ പുതിയ വൈസ് പ്രസിഡന്റ്. BJP കോൺഗ്രസ് സഖ്യം വൈസ് പ്രസിഡന്റ് സ്ഥാനം വീണ്ടും നേടിയത് ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ.
ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത് ഏപ്രിൽ 30 വരെ നീട്ടി RBI ഉത്തരവിറക്കി. കുടിശ്ശിക തിരിച്ചെടുക്കുന്നതിൽ വലിയ തോതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയത്. മുള്ളൂർക്കര മണ്ഡലം കുന്നിൽ കൂട്ടാത്മഹത്യാശ്രമം. വിഷം കഴിച്ച വയോധികരായ 3 സഹോദരിമാരിൽ ഒരാൾ മരിച്ചു. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഒരു മരണം, 8 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ തെക്കേനട ഔട്ടർ റിംഗ് റോഡിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.